ഹൈക്കോടതിയുടെ നിശ്ചയദാർഢ്യവും ഹൈക്കോടതിയുടെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുമാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് എത്തിച്ചത്. പത്മകുമാർ സാറിനെ വ്യക്തിപരമായി അറിയാം, എത്രയോ അടുപ്പമുള്ള മനുഷ്യനാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്തതിൽ യാതൊരു സന്തോഷവുമില്ല. പക്ഷേ അയ്യപ്പന്റെ സ്വർണം അറിഞ്ഞുകൊണ്ട് മോഷ്ടിക്കാൻ കൂട്ടു നിൽക്കുകയോ നേതൃത്വം കൊടുക്കുകയോ ചെയ്തു എന്ന് പറയുമ്പം അതൊരിക്കലും നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത, ഒരു വിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. വിഷമമുണ്ട് പത്മകുമാർ സാറിനോട് വ്യക്തിപരമായി അടുപ്പമുള്ളതുകൊണ്ട്. പക്ഷേ അയ്യപ്പന്റെ കാര്യത്തിൽ കള്ളത്തരം കാണിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ ഒരു വിശ്വാസിയുടെ മനസ്സ് അനുവദിക്കില്ല. ഇനിയെങ്കിലും വാസു സാറും പത്മകുമാർ സാറും ഒക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ്, അല്ലെങ്കിൽ അവരെ ആ കുറ്റം എന്താ പറയുന്നത് തെറ്റാണ് പറ്റിയതെങ്കിൽ കുറ്റം ഏറ്റു പറഞ്ഞ് അതായത് ഈ കുറ്റത്തിലേക്ക് എത്തിച്ചത് ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങളും ഇല്ലെങ്കിൽ ലാഭങ്ങളും മാത്രമാണോ ഇതിലേക്ക് എത്തിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്, അതിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് CPM-നുള്ള പങ്ക് എന്നൊക്കെയുള്ള ചോദ്യമാണ്. അതൊരു പ്രധാന ചോദ്യമാണ്. കാര്യം അന്താരാഷ്ട്ര, അത് നമ്മൾ പലപ്പോഴും അറിഞ്ഞാൽ നമുക്ക് ഞെട്ടലുണ്ടാകും. അന്താരാഷ്ട്ര ആന്റിക് മാർക്കറ്റ് ഏകദേശം 10,000 കോടിയിലധികം വലിയ മാർക്കറ്റാണ്. അപ്പോ സുഭാഷ് കപൂർ എന്ന് പറയുന്ന വ്യക്തി മാത്രം ഏകദേശം 1300 കോടിയോളം രൂപയാണ് സുഭാഷ് കപൂറിന്റെ ബിസിനസ്സുകൾക്കുള്ളത്. സുഭാഷ് കപൂറിന്റെ പേരെടുത്ത് പറയുന്നത് ഹൈക്കോടതി അതിലേക്ക് മെൻഷൻ ചെയ്തുകൊണ്ടാണ്. അപ്പോ ശബരിമലയിൽ മുമ്പുണ്ടായിരുന്ന തനി തങ്കം പതിച്ച ദ്വാരപാലക ശില്പങ്ങൾ മുറിച്ചു വിറ്റോ മറിച്ചു വിറ്റോ എന്നൊരു ചോദ്യം മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ. അത് മുറിച്ചു വിറ്റതാണോ മറിച്ചു വിറ്റതാണോ തുടങ്ങിയ കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം തന്നെ ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റിന് വേണ്ടി പറഞ്ഞ വ്യക്തിയുള്ള ഒരാളാണ് ഞാൻ. ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ വെറും കാലാളുകളാണ്, അല്ലെങ്കിൽ വെറും പ്യൂണാണ്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും ചെയ്ത ദിസ് ഈസ് ടെസ്റ്റ് ബൈ പോളിസി, അല്ലെങ്കിൽ നയമുണ്ടാക്കി കൊള്ള ചെയ്തൊരു കാര്യമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ പോറ്റിക്ക് ശബരിമലയിൽ പത്മകുമാർ എല്ലാ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അങ്ങനെ സ്വാതന്ത്ര്യം നൽകുക, അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആ പാർട്ടിയെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അവർ തീരുമാനിച്ച, അവർ നിശ്ചയിച്ച ആളുകൂടിയായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പാർട്ടിയെ ബാധിക്കില്ലേ? രാഷ്ട്രീയമായിട്ട് ഇത് എങ്ങനെയായിരിക്കും? ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ ആര് നല്ല ചെയ്താലും നല്ലത് ചെയ്യുന്നു പറയും. ജയകുമാർ സാറിനെ കൊണ്ടുവന്ന നല്ല നീക്കമാണ്. അയ്യപ്പനെയും ബാവരെയും വെളുത്തെയും കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് നല്ല കാര്യം. പക്ഷേ ദേവസ്വം ബോർഡിനെ അപ്പോയിന്റ് ചെയ്ത CPM-ന് നിയമപരമായും ധാർമ്മികവുമായ ഉത്തരവാദിത്വം ഉണ്ട്. ഇതിന് അതിനപ്പുറം വേറെ വല്ല മാനങ്ങളും ഉണ്ടോ എന്നുകൂടി നമുക്കറിയില്ല. അതും കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഇനി ഇത് ആരിലേക്ക് എത്തുമെന്നാണ്, അന്നത്തെ മന്ത്രി വരെ കാര്യങ്ങൾ എത്തുമെന്നാണോ താങ്കൾ കരുതുന്നത്? അവിടെയാണ് ഞാൻ എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതേവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി വിധിയിൽ എഴുതി വെച്ച കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് പറഞ്ഞത്. ഹൈക്കോടതി വിധിയിൽ ദേവസ്വം ഒഫീഷ്യൽസിനെയും ദേവസ്വം ബോർഡിനെയും നേരിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനി അതിന്റെ പുറകിലേക്കോ അതിന്റെ ഉയരത്തിലേക്കോ അപ്പുറത്തേക്കോ പോയോ നമുക്കറിയില്ല. അറിയുകയാണെങ്കിൽ അത് വളരെ ഞെട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ശതകോടികളുടെയോ ഇതില് ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് ഇല്ലെങ്കിൽ മറ്റു ജീവനക്കാരുടെ തലയിലിട്ട് കാര്യങ്ങൾ ഒതുക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെന്ന് തോന്നുന്നു. കാരണം തുടക്കത്തിലെ തന്നെ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ പ്രതികരണ മാധ്യമങ്ങളോട് അങ്ങനെയായിരുന്നു, താങ്കൾ കേട്ട് കാണും. അപ്പം ഇതിപ്പം ഇനി ഇവരുടെ തലയിലിട്ടത് തീർക്കാം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് അവിടെയാണ് ചോദ്യം. അറിയില്ല. അങ്ങനെ രക്ഷപ്പെടുത്താൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നാൻ കാരണം ഉണ്ണികൃഷ്ണനും സ്മാർട്ട് ക്രിയേഷൻസും എല്ലാം പറയുകയുണ്ടായി, ഞങ്ങളുടെ കുറ്റമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആ സ്വർണ്ണം ഉരുക്കിയെടുത്തതാണെന്ന്. അങ്ങനെയല്ല, നമുക്കെല്ലാം അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കുക, 2.5 കിലോഗ്രാമും 1.5 കിലോഗ്രാമും സ്വർണ്ണമൊക്കെ സ്വർണം പൂശലാക്കി മാറ്റാൻ ഒരു നയപരമായ തീരുമാനം വേണ്ടേ? അതെടുക്കാൻ ഉണ്ണികൃഷ്ണന് കഴിയുമോ? അത് ദേവസ്വം ബോർഡാണോ എടുത്തത്, ഇനി അവരെ അപ്പോയിന്റ് ചെയ്തവരാണോ എടുത്തതെന്ന വലിയ ചോദ്യമുണ്ട്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മാപ്പില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാവുന്നത്. വാസു സാറും പത്മകുമാർ സാറും രണ്ടുപേരും ഇപ്പൊ അറസ്റ്റിലായി. വളരെ എന്താ പറയുക, വേദനയും വിഷമവും ഉണ്ട്. പക്ഷേ വ്യക്തിപരമായ കാര്യം, അവരുടെ കുടുംബത്തിലെ കല്യാണത്തിന് പോയിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബമായിട്ട് ക്ലോസ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അയ്യപ്പന്റെ ആ സ്വർണം കട്ടവർക്ക് മാപ്പ് കൊടുക്കാൻ മനസ്സ് പറ്റുന്നില്ല, ഒരു വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വാസി ഭക്തൻ എന്നുള്ളടുത്തുകൂടി താങ്കൾ എങ്ങനെയാണ് അതിൽ പ്രതികരിക്കുന്നത്? കാരണം അത്രയധികം അയ്യപ്പനോട് അടുത്ത് നിൽക്കുന്ന ആളുകൂടിയാണ് പത്മകുമാറിനെ സംബന്ധിച്ച്. അപ്പം അതിൽ എങ്ങനെയായിരിക്കും വൈകാരികമായിട്ട് ഭക്തർ ഇത് എങ്ങനെ എടുക്കുമെന്നാണ്? ഭയങ്കര വിഷമമാണ്. അതായത് എനിക്കിപ്പോ ഇനി അത് പറയേണ്ടതല്ല, അദ്ദേഹത്തിന്റെ കുടുംബം അത്ര വലിയ കുടുംബമാണ്. ശബരിമലയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അയ്യപ്പനെ പാടി ഉറക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാലേ അതൊരു ഞാൻ എന്തുകൊണ്ട് ആ പാട്ടിന്റെ പേര്
പറയാത്തത് കാര്യം ആ പാട്ടിനെ ആ രീതിയിൽ പോലും ഒരു വിഷമത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് നമ്മൾ സത്യം പറയട്ടെ, വാസു സാറിനെ കാട്ടി വിഷമം പത്മകുമാർ സാറിന്റെ കാര്യത്തിലാണ്. വാസു സാർ പണ്ടേ വലിയ വിശ്വാസിയൊന്നുമല്ല, ഞങ്ങളെ എങ്ങനെങ്കിലും കേസ് തോപ്പിക്കാൻ നോക്കിയ ആളാണ്. പക്ഷെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ശമ്പളം അടക്കം പ്രക്ഷോഭങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ കേസിൽ അറസ്റ്റിലാവുമ്പോൾ മനസ്സിൽ നീറ്റലാണുള്ളത്. അത് വെളിയിലൊരാൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കാര്യം അത്രയും അടുത്ത് സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ എന്നെയും മുത്തശ്ശിയും അമ്മയും ശബരിമലയിലേക്ക് കയറാൻ സാധിച്ചത് പത്മകുമാർ സാറാണ്, പോലീസുകാർ പറഞ്ഞപ്പോൾ. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വിശ്വാസവഞ്ചന പ്രതീക്ഷിച്ചില്ല, അതാണ് സത്യം. യെസ്, അങ്ങനെയാണ്. അതാണ് അത്തരത്തിലുള്ള വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അദ്ദേഹവും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. എന്തായാലും അത്തരത്തിലുള്ള ബന്ധങ്ങളാണോ, പാർട്ടിയുടെ പിൻബലത്തിലാണോ, ഇല്ലെങ്കിൽ സർക്കാർ കയ്യിലുണ്ടെന്നുള്ള ധൈര്യത്തിലാണോ പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിൽ അന്നുണ്ടായിരുന്ന ആളുകൾ ഇതിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും അത് SIT മുന്നിലുള്ള വലിയ ചോദ്യമാണ്. അതിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ അറസ്റ്റോടുകൂടി വ്യക്തമാവുന്നത്.